ശ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ശ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. അഗ്നിയാൽ സ്നാനം ചെയ്യണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ. സാക്ഷിയായി ഉയർത്തണമേ. ഓ അഗ്നിയാഭിഷേകമേ, ഓ അഗ്നിയാഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് മൂലപാപങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പാപമായ ഭോഗാസക്തി അഥവാ ഭോജനാസക്തി എന്നതിനെ പറ്റിയാണ്. ലോകത്തോടും ലോകവസ്തുക്കളോടുമുള്ള അടങ്ങാത്ത ആഗ്രഹവും ആസക്തിയും പരിശുദ്ധാത്മാ നിറവിനുള്ള ഒരു വലിയ തടസ്സമാണ്. ശരീരത്തെക്കുറിച്ചുള്ള അമിതമായ വ്യഗ്രത, സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭക്ഷണകാര്യങ്ങളിലുള്ള പ്രത്യേകമായ നിഷ്കർഷ ആർത്തിയും ഇവയും പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് അകറ്റുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയെപ്പറ്റി ശ്രദ്ധിക്കുവിൻ. മോഹപാപങ്ങളെ വെറുത്തുപേക്ഷിക്കണമെങ്കിൽ മോഹപാപം നമ്മിലേക്ക് കടന്നു വരുന്ന വഴികളെയും നാം ഉപേക്ഷിക്കണം. സിനിമ, TV ഷോകൾ, നാടകം, നോവൽ, കഥ, ഫാഷൻ, വസ്ത്രധാരണ രീതികൾ, ഇവയിലൂടെയെല്ലാം മോഹപാപം നമ്മിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുതുയർത്തുന്നില്ല. നിയമാനുസൃതമായവ എന്തെന്നും പ്രയോജനകരമായവ എന്തെന്നും മനസ്സിലാക്കി മറ്റുള്ളവയെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുതുയർത്തുന്നവ മാത്രം സ്വീകരിക്കുവാൻ നാം ജാഗരൂകരായിരിക്കണം. മനസ്സ് എപ്പോഴും ദൈവത്തിൽ വെക്കാത്തതാണ് നമ്മുടെ ആത്മീയ ശുഷ്കതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. കേവലം ദശാംശം എന്ന രീതിയിൽ 1-2 മണിക്കൂറുകൾ മാത്രം ദൈവത്തിന് മാറ്റിവെച്ച് ബാക്കി സമയം പൂർണ്ണമായും ലോകത്തിനും ലോകകാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രീതി. ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നാം കൂടുതലായി സ്നേഹിക്കുന്നത് ലോകത്തെയാണ് എന്ന് വരുന്നു. ഇതും പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിനുള്ള തടസ്സങ്ങളിൽ ഒന്നാണ്. എല്ലാ കാര്യങ്ങളും ദൈവ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈവത്തിന് പ്രീതികരമായവ അല്ലാത്ത എല്ലാ സംഭാഷണങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം ഒരു മുഴുവൻ സമയ പ്രാർത്ഥനയായി മാറും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 15-ൽ പറയുന്നു: നമുക്കിഷ്ടമുള്ളതും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് ശാരീരിക സുഖം തരുന്നതും ഒരുപക്ഷേ എല്ലാം ദൈവേഷ്ടം ആയിക്കൊള്ളണമെന്നില്ല. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം: മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവനിഷ്ഠയിൽ നികൃഷ്ടമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 5-6: അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർജ്ജലമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യത്തിൽ പറയുന്നു: നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യത്ത് ഇപ്രകാരം പറയുന്നു: ആഡംബരത്തിൽ അതിരു കവിഞ്ഞുള്ള അഭിനിവേശം അരുത്. ഭക്ഷണത്തിൽ ആർത്തിയും കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമായി തീരുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു.
അമിതഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്മുണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. കാരണം ദൈവരാജ്യം എന്തെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. വീണ്ടും പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-25. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് ഈ പന്തക്കുസ്തയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഫലങ്ങളാൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ പലപ്പോഴും ജഡമോഹങ്ങളിൽ വീണു പോവുകയാണല്ലോ. ഞങ്ങളുടെ കൊതി, ആർത്തി, അമിതഭോജനം എന്നിവ ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിൽ നിന്നു ഞങ്ങളെ തടയുന്നു. ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും കൂടുതലായി ജഡമോഹങ്ങളെക്കുറിച്ചാണല്ലോ. കർത്താവേ, അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളുടെ ബുദ്ധി, ചിന്ത, മനസ്സ്, ഓർമ്മ, ഹൃദയവിചാരങ്ങൾ എന്നിവയെ കഴുകണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ ബുദ്ധിയിലൂടെ, ചിന്തയിലൂടെ, സംസാരത്തിലൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ള ജഡമോഹങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനും ആഡംബര ഭ്രമങ്ങളെ ത്യജിക്കുവാനുമുള്ള കൃപ നൽകണമേ. ഈ പന്തക്കുസ്തായിലൂടെ ലഭിക്കുന്ന അഭിഷേകം നഷ്ടപ്പെടുത്തുവാൻ ഇടവരാതെ ജീവിക്കുവാൻ തക്കവണ്ണം ജഡമോഹങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ